2001 സെപ്റ്റംബർ 11 ലോകചരിത്രത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാത്തൊരു ദിനം. അന്ന് രാവിലെ ന്യൂയോർക്കിലെ മാൻഹട്ടൻ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിലകൊണ്ടിരുന്ന 110 നിലകളുള്ള മഹത്തായ ട്വിൻ ടവറുകൾ, ലോകവ്യാപാരത്തിന്റെ പ്രതീകമായ വേൾഡ് ട്രേഡ് സെന്റർ, സാധാരണ പോലെ തിരക്കേറിയൊരു പ്രഭാതം കാണുകയായിരുന്നു. ആയിരക്കണക്കിന് ജോലിക്കാരും വ്യാപാരികളും യാത്രക്കാരും ദിനചര്യയിൽ മുങ്ങിയിരിക്കെ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഭീകരാക്രമണം അരങ്ങേറി. രാവിലെ 8:46 അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 11 ബോസ്റ്റണിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. അത് ആയുധമായി കൈയടക്കിയ 5 ഭീകരർ വിമാനം ന്യൂയോർക്കിന്റെ ആകാശത്ത് എത്തിച്ചു. വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്ത് ടവറിൽ അത് ഇടിച്ചു കയറ്റി. എങ്ങും തീയും പുകയും മാത്രം, ആയിരങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ. 17 മിനിറ്റുകൾക്ക് ശേഷം 9:03 ലോകം മുഴുവൻ തത്സമയം സംരക്ഷണം കണ്ടു നിൽക്കെ മറ്റൊരു വിമാനം യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് 175 സൗത്ത് ടവറിലേക്ക് ഇടിച്ചു കയറി. ഇനി ലോകത്തിന് വ്യക്തമായി ഇത് അപകടമല്ല, സംഘടിതമായ ഭീകരാക്രമണമായിരുന്നു എന്ന്. 9:37 അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 77 വാഷിംഗ്ടൺ DC-യിലെ പെന്റഗണിൽ ഇടിച്ചു കയറി. രാജ്യത്തിന്റെ പ്രതിരോധ കേന്ദ്രം തന്നെ ലക്ഷ്യമാക്കപ്പെട്ടു. 10:03 നാലാമത്തെ വിമാനം യുണൈറ്റഡ് ഫ്ലൈറ്റ് 93 പെൻസിൽവേനിയയിലെ ഒരു വയലിൽ തകർന്നു വീണു. യാത്രക്കാരും ജീവനക്കാരും ഒന്നിച്ചു നടത്തിയ ധീരമായ പ്രതിരോധമാണ് അത് വൈറ്റ് ഹൗസ് അല്ലെങ്കിൽ ക്യാപിറ്റോൾ ആക്രമിക്കപ്പെടുന്നത് തടഞ്ഞത്. 9:59 സൗത്ത് ടവർ മുഴുവൻ പൊടിപടലങ്ങളിൽ പതിച്ചു വീണു. 10:28 നോർത്ത് ടവറും നിലംപൊത്തി. മഹാനഗരത്തിന്റെ ഹൃദയത്തിൽ മനുഷ്യകുലം തന്നെ വിറയ്ക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. അന്ന് ആകെ 2977 നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും ഓഫീസുകളിൽ കുടുങ്ങിയവരും തീയിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ പാഞ്ഞെത്തിയ അഗ്നിശമനസേന, പോലീസുകാർ എല്ലാവരും ആ ദിനത്തിലെ ചരിത്രത്തിൽ എഴുതപ്പെട്ടു. ഫയർ ഫൈറ്റർമാർ 100-ലധികം നിലകളിലേക്ക് കയറിപ്പോയി ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചു. ചിലർ കെട്ടിടങ്ങളിൽ ഇടിഞ്ഞു വീഴുമ്പോൾ അവരുടെ ജീവൻ തന്നെ ബലിയായി നൽകി. ആക്രമണത്തിന് പിന്നാലെ FBI ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്വേഷണം പെന്റ് ബാം ആരംഭിച്ചു. വിമാനങ്ങൾ തട്ടിക്കൊണ്ടുപോയ 19 പേരും അൽ-ഖയ്ദ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടവരാണെന്ന് വ്യക്തമായി. ഒസാമ ബിൻ ലാദൻ അതിന്റെ നേതാവും ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് പദ്ധതിയുടെ മുഖ്യ സൂത്രധാരനും ആയിരുന്നു. NIST നടത്തിയ സാങ്കേതിക പഠനം വ്യക്തമാക്കിയത് വിമാനം ഇടിച്ച ആഘാതവും പിന്നാലെയുണ്ടായ തീപിടുത്തവും ചേർന്ന് സ്റ്റീൽ ഘടനകളെ ദുർബലമാക്കി. അതാണ് ടവറുകൾ തകർന്നു വീഴാൻ കാരണമായത്. 2001 സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം ലോകം ഒരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല. അമേരിക്കയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി രൂപം കൊണ്ടു. വിമാന സുരക്ഷയ്ക്കായി TSA സ്ഥാപിച്ചു. സുരക്ഷാ പരിശോധനകൾ കർശനമായി. പാട്രിയോട്ട് ആക്ട് വഴി ഇന്റലിജൻസ് നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര തലത്തിൽ വാർ ഓൺ ടെറർ പ്രഖ്യാപിച്ചു. 2001 ഒക്ടോബറിൽ അമേരിക്കയും കൂട്ടുകക്ഷികളും അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ആരംഭിച്ചു. താലിബാനെയും അൽ-ഖയ്ദയും പുറത്താക്കാനായിരുന്നു അത്. 2003 ഇറാഖ് യുദ്ധത്തിലും സെപ്റ്റംബർ 11 പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതോടൊപ്പം മനുഷ്യാവകാശങ്ങൾ, സ്വാതന്ത്ര്യം, സ്വകാര്യത എന്നീ വിഷയങ്ങളിൽ വലിയ വാദപ്രതിവാദങ്ങളും ഉയർന്നു വന്നു. ഇന്ന് ന്യൂയോർക്കിലെ 9/11 സ്മാരകവും മ്യൂസിയവും, പെൻസിൽവാനിയയിലെ ഫ്ലൈറ്റ് 93 സ്മാരകവും, വാഷിംഗ്ടണിലെ പെന്റഗൺ മെമ്മോറിയലും ഇവയെല്ലാം ലോകത്തിന് ഓർമ്മപ്പെടുത്തുന്നത് ഭീകരതയുടെ ഇരുട്ടിനിടയിലും മനുഷ്യകുലത്തിന്റെ കരുത്തും ഐക്യവും ലോകത്തിന് പ്രകാശം പകരുമെന്ന സത്യമാണ്. 2001 സെപ്റ്റംബർ 11 ലോകം മുഴുവൻ ഭീകരതയുടെ ഭീഷണി നേരിട്ട് കണ്ട ദിനം. ആയിരങ്ങൾ ജീവൻ നഷ്ടപ്പെടുത്തിയെങ്കിലും രക്ഷിക്കാൻ ഓടിയ ധീരരുടെ കഥകളും യാത്രക്കാർ നടത്തിയ പ്രതിരോധവും മനുഷ്യ മനസ്സിന്റെ ഉജ്ജ്വലമായ പോരാട്ടമായി നിലകൊള്ളുന്നു. ആ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭീകരതയ്ക്കെതിരെ ലോകം ഒരുമിച്ച് നിലകൊള്ളണം. ചരിത്രത്തിലെ ഇരുണ്ട ദിവസങ്ങളിൽ പോലും മനുഷ്യരാശിയുടെ പ്രകാശം അണയില്ല എന്നത് സെപ്റ്റംബർ 11 നമ്മെ ഓർമ്മിപ്പിക്കുന്നു.